السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തഖുസ്സു ലൈലത്തൽ ജുമുഅത്തി ബിഖിയാമിൻ മിൻ ബൈനിൽ ലയാലി ولا تختصوا يوم الجمعة بصيام من بين الأيام إلا أن يكون في صوم يصومه أحدكم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തഖ്തസ്സു ലൈലത്തൽ ജുമുഅത്തി ബിഖിയാമിൻ മിൻ ബൈനിൽ ലയാലി. ജുമുഅ ദിവസത്തിൻ്റെ രാത്രിയിൽ നിങ്ങൾ പ്രത്യേകമായി കൊണ്ടുള്ള മറ്റു തര രാത്രികളിലൊന്നും ചെയ്യാത്ത പ്രത്യേകമായിട്ടുള്ള രാത്രി നമസ്കാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ജുമുഅ ദിവസത്തിൻ്റെ രാത്രിയെ പ്രത്യേകമാക്കരുത്. അതുപോലെ തന്നെ വലാ തഖ്തസ്സു യൗമൽ ജുമുഅത്തി ബിസിയാമിൻ, നോമ്പ് നോറ്റുകൊണ്ട് അതിൻ്റെ പകലിനെയും നിങ്ങൾ പ്രത്യേകമാക്കരുത്. മിൻബൈനിൽ അയ്യാമി, മറ്റു തര ദിവസങ്ങളെക്കാൾ. ഇല്ലാ അൻ യകൂന ഫീ സൗമിൻ യസൂമുഹു അഹദുക്കും, എന്നാൽ നിങ്ങളിൽ ഒരുവൻ എല്ലായ്പ്പോഴും നോൽക്കുന്ന ഒരു നോമ്പ് ഒഴികെ എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്, പ്രധാനമായി നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് നമ്മളൊക്കെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചു തന്ന ദിവസമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. അതിലൊരുപാട് ഫളായിലുകളുണ്ട്, ദുആഇന് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അധികമായി സ്വലാത്ത് ചെല്ലണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേ ദിവസം തന്നെ ഈ ദിവസം ഒരു പ്രത്യേകത കണ്ടുകൊണ്ട് മറ്റിതര ദിവസങ്ങളിലൊന്നും നിസ്കരിക്കാത്തൊരു മനുഷ്യൻ രാത്രി എഴുന്നേറ്റുകൊണ്ട് സുദീർഘമായി നിസ്കരിക്കണം. അതായത് വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ചയുടെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്കൂട്ടുന്ന വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞ ഉടനുള്ള സമയം. ആ സമയത്ത് അയാൾ എന്ത് ചെയ്യാണ്, രാത്രി ഒരു 3 മണിക്കോ 2 മണിക്കോ, സാധാരണ അയാൾ എഴുന്നേൽക്കുന്നതിനേക്കാളും മുമ്പ് എഴുന്നേറ്റുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം, സുദീർഘമായി അയാൾ നമസ്കരിക്കുകയാണ്. എന്താണ് കാരണം? നാളെ വെള്ളിയാഴ്ചയാണല്ലോ, അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം അയാൾ സുദീർഘമായി നമസ്കരിക്കുകയാണ്. ആ നമസ്കാരം നിങ്ങൾ നിസ്കരിക്കരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പകലിൽ മറ്റിതര ദിവസങ്ങളിലൊന്നും ഒരാൾ നോമ്പ് വെക്കുന്നില്ല. പക്ഷേ വെള്ളിയാഴ്ച ദിവസം വന്നപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, നോമ്പെടുക്കണം. അതും പാടില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരും. എന്നാൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി. ഇല്ലാ യകൂന ഫീ സൗമിൻ യസൂമുഹു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നിരന്തരമായിക്കൊണ്ട് ആ ദിവസം, ഒരാളുടെ നോമ്പ് ആ ദിവസങ്ങളിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ദിവസങ്ങൾ ഒരാൾ നോമ്പ് നോൽക്കുമ്പോൾ അതൊരു വെള്ളിയാഴ്ചയാണ് വരുന്നത്. അത് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഒരു ദിവസം നോമ്പ് നോൽക്കും, ഒരു ദിവസം നോമ്പ് നോൽക്കൂല. ഇങ്ങനെ പോകുന്ന വേളയിൽ അതിലൊരു വെള്ളിയാഴ്ച വരുന്നുണ്ട്, അത് പ്രശ്നമുണ്ടോ? അതും പ്രശ്നമല്ല. അപ്പൊ അങ്ങനെ ഒരാളുടെ നോമ്പ് ആ വെള്ളിയാഴ്ച ദിവസം യോജിച്ച് വന്നാലല്ലാതെ നിങ്ങൾ ആ ദിവസത്തിൽ നോമ്പ് നോൽക്കരുത്. അതുപോലെ തന്നെ സുദീർഘമായി ആ ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു നിരോധനം വന്നത് എന്ന് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം നമുക്ക് കാണാം. അങ്ങനെ നഹി ചെയ്യാനുള്ള, അതായത് ഇങ്ങനെ രാത്രി നമസ്കരിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ പകലിൽ നോമ്പ് നോൽക്കുക എന്നുള്ള കാര്യം നിരോധിക്കപ്പെടാനുള്ള കാരണം, ജൂത നസ്രാണികളായ ആളുകൾ അവരുടെ ശനിയാഴ്ച ദിവസവും അതുപോലെ തന്നെ അവരുടെ ഞായറാഴ്ച ദിവസവും അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. അപ്പോൾ ജൂത നസ്രാണികൾ അവർ രാത്രി നമസ്കരിച്ചുകൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പകലിൽ നോമ്പെടുത്തുകൊണ്ടും ആ ദിവസത്തിനെ അവർ താലീം ചെയ്യാറുണ്ട്, ആ ദിവസത്തിനെ അവർ ബഹുമാനിക്കാറുണ്ട്. അവരോട് മുഖാലിഫാകണം നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എതിരിടണമെന്ന് ഈ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കണം. ഒരു നിലക്കും അവരോട് യാതൊരു നിലക്കും എന്ത് ചെയ്യരുത്, അവർ സബത്തിനെയും അത് ശനിയാഴ്ച ദിവസത്തെയും അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസത്തെയും താലീം ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത് അവർ നോമ്പ് നോറ്റുകൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ രാത്രിയിൽ നമസ്കരിച്ചുകൊണ്ടുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് അതിന് പകരമായി നിശ്ചയിച്ചു തന്ന വെള്ളിയാഴ്ച ദിവസത്തെ
നിങ്ങൾ രാത്രി നമസ്കരിച്ചുകൊണ്ടും അതിൻ്റെ പകലിൽ നോമ്പ് നോറ്റുകൊണ്ടും എന്ത് ചെയ്യരുത്, നിങ്ങൾ ആ ദിവസത്തെ പ്രത്യേകമാക്കരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത്. അതല്ലാതെ ഒരുപാട് സൽക്കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആയിൽ ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. അപ്പോൾ ഒരുപാട് സമയത്ത് നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾ മസ്ജിദിലേക്ക് എത്തിയാൽ ഇമാമ് ഖുതുബ തുടങ്ങുന്നത് വരെ അയാൾക്ക് നിരന്തരമായി കൊണ്ട് നമസ്കരിക്കാനുള്ള അവസരങ്ങളൊക്കെ, ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.